ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും 10th ഫിസിക്സിലെ പുതിയൊരു വീഡിയോ സീരീസിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ 10th ഫിസിക്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററായ വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ അഥവാ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ് തുടങ്ങുന്നത്. നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഫസ്റ്റ് നമ്മൾ ടെക്സ്റ്റ് നോക്കിയാൽ ഒരു ഫിഗർ കാണാം. അതിൽ കിച്ചൺ ആണ് കൊടുത്തിട്ടുള്ളത്. അവിടെ ഒരു കുട്ടി ഒരു സംശയം ചോദിക്കുന്നുണ്ട്. സംശയം എന്താണ്? ഇവിടെയുള്ള ഉപകരണങ്ങളെല്ലാം വൈദ്യുതിയിലാണ് പ്രവർത്തിക്കുന്നത്. എങ്ങനെയായിരിക്കും ഇവ വ്യത്യസ്ത ഊർജ രൂപങ്ങൾ നൽകുന്നത്? നമ്മുടെ ചാപ്റ്റർ നെയിം വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ എന്നല്ലേ? അപ്പൊ എന്താണ് ഇതെന്ന് നോക്കാം. നമ്മൾ വൈദ്യുതോർജം ഒരു ഉപകരണത്തിൽ കൊടുക്കുമ്പോൾ ആ ഉപകരണം നമുക്ക് എന്താണോ തരുന്നത് അതാണ് വൈദ്യുതിയുടെ ആ ഉപകരണത്തിന്റെ ഫലം. നമ്മളെ ടെക്സ്റ്റിൽ ഒരുപാട് ഉപകരണങ്ങൾ കാണാം. എന്തൊക്കെയാണുള്ളത്? ഇലക്ട്രിക് ബൾബ്, ഇലക്ട്രിക് ഫാൻ, മിക്സി, ഇൻഡക്ഷൻ കുക്കർ, മൈക്രോവേവ് ഓവൻ, സ്റ്റോറേജ് ബാറ്ററി, ഇൻവെർട്ടർ, ഇലക്ട്രിക് സ്റ്റൗ. അങ്ങനെ ഒരുപാട് ഉപകരണങ്ങൾ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അല്ലേ? നമുക്കിവിടെ ഫസ്റ്റ് പഠിക്കാനുള്ളത് ഊർജ മാറ്റാണ്. ടെക്സ്റ്റിൽ ഒരു ടേബിൾ 1.1 കൊടുത്തിട്ടുണ്ട്. അതിൽ ഉപകരണം, ഉപയോഗം, ഊർജമാറ്റം എന്നിങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഉപയോഗം അറിയുന്നത് കൊണ്ട് അതൊന്നും കൂടെ പറയുന്നില്ല. ഉപകരണവും ഊർജമാറ്റം അത് മാത്രം നമുക്ക് പറയാം. ഒന്നാമത്തത് ഇലക്ട്രിക് ബൾബ്. അതിൽ എന്ത് മാറ്റാണ്? വൈദ്യുതോർജം പ്രകാശോർജമായിട്ട് മാറുന്നു. ഇലക്ട്രിക് എനർജി ഇൻറ്റു ലൈറ്റ് എനർജി. ഇൻഡക്ഷൻ കുക്കറിൽ വൈദ്യുതോർജം താപോർജം, ഇലക്ട്രിക് എനർജി ഇൻറ്റു ഹീറ്റ് എനർജി. ഇസ്തിരിപ്പെട്ടിയിൽ ഇലക്ട്രിക് എനർജി ഇൻറ്റു ഹീറ്റ് എനർജി, വൈദ്യുതോർജം താപോർജമായിട്ട് മാറുന്നു. മിക്സിയിൽ വൈദ്യുതോർജം യാന്ത്രികോർജമായിട്ട് മാറുന്നു. ഇലക്ട്രിക് എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജി. ഇലക്ട്രിക് ഫാനിൽ ഇലക്ട്രിക് എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജി തന്നെയാണ്. സ്റ്റോറേജ് ബാറ്ററിയിൽ അവിടെ ബ്രാക്കറ്റിൽ ചാർജ് ചെയ്യുമ്പോൾ എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ വൈദ്യുതോർജം രാസോർജമായിട്ടാണ് മാറുന്നത്. ഇലക്ട്രിക് എനർജി ഇൻറ്റു കെമിക്കൽ എനർജി. ഇൻവെർട്ടറിൽ രണ്ട് കേസ് ഉണ്ട്. ഒന്നാമത്തത് വൈൽ ചാർജിങ്. ചാർജ് ചെയ്യുമ്പോൾ വൈദ്യുതോർജം രാസോർജമായിട്ട് മാറുന്നു. അവിടെ ഉപയോഗം AC-യെ DC ആക്കുന്നു എന്നാണ്. രണ്ടാമത്തെ ഇൻവെർട്ടർ വൈൽ ഡിസ്ചാർജ്. അവിടെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ രാസോർജത്തെ വൈദ്യുതോർജമായിട്ട് മാറ്റുന്നു. അവിടെ ഉപയോഗം DC-യെ AC ആക്കുന്നു എന്നാണ്. ഇനി നമുക്ക് ബേസിക് കാര്യമായിട്ടുള്ള കറണ്ട് എന്താണ് എന്ന് നോക്കാം. കറണ്ടിന്റെ ഡെഫിനിഷൻ നോക്കിയാൽ ദ ഫ്ലോ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഓർ ചാർജ് ഇൻ എ ഡെഫിനിറ്റ് ഡയറക്ഷൻ ഈസ് കോൾഡ് ഇലക്ട്രിക് കറണ്ട്. എന്താന്ന് വെച്ചാൽ ഒരു സെക്കൻഡിൽ അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയത്തിൽ ഒരേ ദിശയിൽ എത്ര ചാർജ് പുറത്തേക്ക് ഒഴുകുന്നു. നമുക്കൊരു ബാറ്ററി എടുത്താൽ പോസിറ്റീവ് നെഗറ്റീവ് രണ്ട് ടെർമിനൽ ഉണ്ടാവുമല്ലോ. അവിടെ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക് ചാർജ് ഒഴുകുന്നു വിചാരിക്കുക. ഇതിനെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. കറണ്ടിന്റെ ഇക്വേഷൻ ചാർജ് ബൈ സമയം. കറണ്ടിനെ നമ്മൾ I കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. I ഈക്വൽ ടു ചാർജ് Q, ടൈം T, സ്മോൾ t. I ഈക്വൽ ടു Q ബൈ T എന്ന് നമ്മൾ എഴുതും. നമുക്ക് അവിടെ നിന്ന് തന്നെ Qന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാമല്ലോ. Qന് എങ്ങനെ എഴുതാം? നമുക്ക് എഴുതാം I ഈക്വൽ ടു Q ബൈ T. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാലോ. രണ്ടും സെയിം അല്ലേ? Q ബൈ T ഈക്വൽ ടു I. നമുക്കിവിടെ Qന് ഒരു ഇക്വേഷൻ വേണം. Q ഈക്വൽ ടു I ഇൻറ്റു T. എല്ലാത്തിൻ്റെയും യൂണിറ്റ് കൂടി നോക്കാം. കറണ്ട് ഐയുടെ യൂണിറ്റ് ആംപിയർ ആണ്. A കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ദെൻ എന്താ? Q ചാർജ് കൂളം C കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ദെൻ T ടൈം നമ്മൾ സെക്കൻഡ് സ്മോൾ ലെറ്റർ S കൊണ്ട്
റെപ്രസെൻ്റ് ചെയ്യും. ഇന്ന് ഇത്രയാണ് എടുക്കുന്നുള്ളത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.